ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡോക്ടേഴ്സ് ടോക്ക്. ഇന്ന് മാർച്ച് 5, വരുന്ന മാർച്ച് 8-ാം തീയതി വേൾഡ് വിമൻസ് ഡേ ആണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, ലോക വനിതാ ദിനം. അതുകൊണ്ട് തന്നെ ഇന്ന് വനിതകളെ സംബന്ധിക്കുന്ന ഒരു ടോക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നോടൊപ്പം ഡോക്ടർ CN മോഹൻ നായർ, അദ്ദേഹം എറണാകുളം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ, ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്, അതായത് മരുന്നുകൊണ്ട് ക്യാൻസർ ചികിത്സിക്കുന്ന വിദഗ്ധൻ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വനിതകൾക്കുണ്ടാകാൻ സാധ്യതയുള്ള, ലേഡീസിനുണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസറുകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ചും അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. പല വനിതകൾക്ക് പല പ്രായത്തിൽ പല ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ട്. ക്യാൻസറുകൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ക്യാൻസർ വരാതെ നോക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു പരിധിയിലധികം ക്യാൻസറുകൾ പ്രിവെൻറ്റബിൾ ആണ്, അതുപോലെ ക്യൂറബിളും ആണ് എന്നാണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മെഡിക്കൽ സയൻസിന്. തുടങ്ങാം. തീർച്ചയായിട്ടും കഴിഞ്ഞ ദശകങ്ങളിൽ എപ്പോഴും ക്യാൻസർ എന്ന് പറയുമ്പോൾ ആൾക്കാർ മരണത്തെ പറ്റിയോ അല്ലെങ്കിൽ വളരെ വേദമായ ഒരു കണ്ടീഷനെ പറ്റിയായിരുന്നു എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം, ക്യാൻസർ. ഇന്ന് ടൈം ഒരുപാട് മാറിയിരിക്കുന്നു. ശാസ്ത്ര ലോകത്തിന് വലിയ ഡെവലപ്മെന്റ്സ് വന്നു കഴിഞ്ഞു. നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളായിട്ടുണ്ട്, നല്ല ചികിത്സാ രീതികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പഴയ കൺസെപ്റ്റിലേക്ക് പോകാതെ ഇനിയും ക്യാൻസർ മറ്റേത് രോഗത്തെ പോലുള്ള രോഗമായിട്ടും അത് ചികിത്സ ഭേദമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ സമൂഹം കുറച്ചുകൂടി എത്തേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ നമ്മൾ ഇപ്പോൾ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പം വനിതകൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസറുകൾ, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ, അതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലൊരു സിനാരിയോ പറയുകയാണെങ്കിൽ ഈ വനിതകൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളുടെ ഇപ്പോഴത്തെ ഒരു തോത് എങ്ങനെയാണ്? കേരളത്തിന്റെ ഒരു സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ സ്തനാർബുദം തന്നെയാണ്. പക്ഷെ ഒരു കാലത്ത്, അതായത് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ പൊതുവെ ഒരു സർവൈക്കൽ ക്യാൻസർ ആയിരുന്നു ഏറ്റവും ഗർഭാശയഗള ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മാറ്റം, അതായത് പല കാരണങ്ങൾ കൊണ്ട് അതിനെ സർവൈക്കൽ ക്യാൻസർ താഴേക്ക് പോയിട്ട് കൂടുതൽ ഇപ്പോഴത്തെ സ്തനാർബുദമാണ് വന്നിരിക്കുന്നത്. ഈ വനിതകൾക്ക് സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള 2 ക്യാൻസറുകളുടെ പേര് ഡോക്ടർ പറഞ്ഞു. ഒന്ന് സ്തനാർബുദം, ഒന്ന് സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ. ഇതല്ലാതെ വനിതകൾക്ക് വരാൻ സാധ്യത ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ വരാം, യൂട്രൈൻ ക്യാൻസർ വരാം, നമ്മളതിന് എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയാം. പിന്നെ പുരുഷന്മാരെ ബാധിക്കുന്ന ബാക്കിയുള്ള എല്ലാ ക്യാൻസറും വരാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒഴിച്ച്. കാര്യം സ്ത്രീകൾക്ക് പുരുഷഗ്രന്ഥിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ഇപ്പൊ കോളൻ ക്യാൻസർ വരാം, ലുക്കേമിയാസ് വരാം, ശ്വാസകോശ അർബുദം വരാം, ടങ് ക്യാൻസർ, അല്ലെങ്കിൽ നാക്കിനെ ബാധിക്കും, വായിലെ അർബുദങ്ങൾ വരാം, സ്കിൻ ക്യാൻസേഴ്സ് വരാം. അങ്ങനെ എല്ലാ ക്യാൻസേഴ്സും സ്ത്രീകളെയും ബാധിക്കാവുന്നതാണ്. ഈ എക്സ്ക്ലൂസീവ്ലി സ്ത്രീകളുടേതായ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ളതാണ്, പുരുഷന്മാർക്ക് വളരെ റയറായിട്ട്. അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് ഇതിന്റെ പ്രൈമറി ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയുക, അതുപോലെ അത് എത്ര നേരത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് പറയുക, അതാണല്ലോ നമുക്ക് വേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സ്തനാർബുദത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സ്തനാർബുദം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. കാരണം അത് കൂടുതലായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്നതിനൊരു കല്ലിപ്പായിട്ടായിരിക്കും വരുന്നത്. സ്ത്രീകൾക്കപ്പോൾ സ്ഥലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ നേരത്തെ സ്വയം കണ്ടുപിടിക്കാൻ ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അവർ സ്വയം ബ്രസ്റ്റ് പരിശോധിക്കുക, സെൽഫ് എക്സാമിനേഷൻ, സ്ഥാന പരിശോധന വഴി അവർക്ക് വളരെ നേരത്തെ, ഇപ്പോൾ 1 സെന്റിമീറ്ററിന് മുകളിലുള്ള വരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നിപ്പിളിൽ കൂടെയുള്ള സ്രവങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ തന്നെ ആകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, സൈസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കക്ഷത്തിലുള്ള മുഴകൾ, സ്കിന്നിൽ, സ്ഥലത്തിന്റെ ത്വക്കിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഒരു സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനോടൊരു നമ്മൾ അതിനെപ്പറ്റി ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരു ബോധം ഉണ്ട്, നമുക്കതിനൊരു അറിവുണ്ട്. ഈ രീതിയിലുള്ള സിംറ്റംസ് ചിലപ്പോൾ സ്തനാർബുദത്തിന്റെ ആകാം എന്നൊരു അറിവ് കൂടി ആ സ്ത്രീക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കക്ഷത്തിലൊരു മുഴയുണ്ട്, പലരും അതിനെപ്പറ്റി വലിയൊരു പ്രാധാന്യം ചിലപ്പോൾ കൊടുക്കുന്നത്. ചിലപ്പോൾ ബ്രസ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ക്യാൻസറിന്റെ ഒരു പ്രതിഫലനം ആകാം കക്ഷത്തിലുള്ളൊരു മുഴ. അപ്പൊ അതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്.
അങ്ങനെ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. വളരെ ചെറിയ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളത് ഈ വലിയൊരു ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം ഒരു മുഴ അല്ലെങ്കിൽ ഒരു കല്ലിപ്പ് പോലെ തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ പരിശോധന എന്ന് പറയുന്നത് ഒരു മാമോഗ്രാം ആണ്. ആ മാമോഗ്രാം പക്ഷേ ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണോ? അല്ല. ഇപ്പം മാമോഗ്രാം നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും നമ്മൾ മാമോഗ്രാം അഡ്വൈസ് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ കുറഞ്ഞ ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാമല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഒരു 30-35 വയസ്സ് തൊട്ടേ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതും 40-45 വയസ്സ് തൊട്ടാണെങ്കിൽ കേരളത്തിൽ കുറച്ചുകൂടി നേരത്തെ എത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വരുന്നവരെ നമുക്കൊരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല, അവരിലുള്ള മാറ്റങ്ങൾ. പക്ഷെ അതിന് നമ്മൾ മാമോഗ്രാം അല്ല സാധാരണ രീതിയിൽ ചെയ്യാം. അതിന് നമുക്ക് മറ്റ് ഇതര പരിശോധനാ ക്രമങ്ങളായിട്ടുള്ള, അതായത് സോണോഗ്രാഫി, ശബ്ദവീചികൾ കൊണ്ടുള്ള പരിശോധനയുണ്ട്. മറ്റേ നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. വീര്യം കുറഞ്ഞ എക്സ്റേ ആണെങ്കിലും അത് ബ്രസ്റ്റിൽ കൂടി കടത്തിവിട്ടാണല്ലോ മാമോഗ്രാം കണ്ടുപിടിക്കുന്നത്, മാമോഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ചുകൂടി പണച്ചെലവുള്ള വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള മറ്റു പരിശോധന രീതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് MR മാമോഗ്രാമാണ്. അതായത് മാഗ്നറ്റിക് റെസൊണൻസ്, കാന്ത വീചികൾ ഉപയോഗിച്ചിട്ടുള്ള മാമോഗ്രാം. അപ്പൊ അതിനപ്പോൾ റേഡിയേഷന്റെ പ്രശ്നമൊന്നുമില്ല, ബ്രസ്റ്റിലുള്ള പ്രായത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മുടെ എല്ലായിടത്തും അത് ഇല്ല എന്നുള്ളതാണ്, അവൈലബിൾ അല്ല. കേരളത്തിൽ തന്നെ അധികം സെന്റേഴ്സ് ഇല്ല അത് ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതിന്റെ പരിധികളും അതിനുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിന്റെ കോസ്റ്റും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ പരിശോധന, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പരിശോധന നടത്തി ഇത് കണ്ടുപിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കിലൂടെ കുറെ ആൾക്കാർക്ക് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഹൈ റിസ്ക് എന്ന് നമ്മൾ പറയുമ്പം ഏത് സ്ത്രീക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം, സ്ഥാനാർബുദം വരാം. പക്ഷെ നമ്മളതിനെ ഒരു റിസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഒരു കുടുംബ ചരിത്രമുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ രക്തബന്ധമുള്ള 2 പേർക്ക് കൂടുതൽ ആ കുടുംബത്തിലുണ്ടെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ അമ്മയ്ക്കും അമ്മയുടെ സിസ്റ്ററിനോ, അല്ലെങ്കിൽ വീട്ടിൽ 2 സിസ്റ്റേഴ്സിനോ, അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും, അങ്ങനെ ഒരു ഹിസ്റ്ററി രക്തബന്ധമുള്ള ആൾക്കാരില്ല, 2-2 കൂടുതൽ ആൾക്കാർക്കുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വരാനുള്ള സാധ്യതയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അവർക്ക് വരാനുള്ള ചെറിയ സാധ്യത കൂടുതലുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം വളരെ താമസിച്ചിട്ടുള്ള ഗർഭധാരണവും പ്രഗ്നൻസി, ഇപ്പം 30 വയസ്സിന് ശേഷമൊക്കെയുള്ള ഗർഭധാരണവും, അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത സ്ത്രീകൾക്ക് റിസ്ക് കൂടുതലുണ്ടാവും. പിന്നെ വളരെ നേരത്തെ ഋതുമതി ആവുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വളരെ താമസിച്ചിട്ടാണ് ആർത്തവ വിരാമം വരുന്നതെങ്കിൽ, അപ്പൊ അവർക്ക് വളരെ നീണ്ട കാലത്തെ ഒരു റീപ്രൊഡക്റ്റീവ്, ഒരു ഉത്പാദനക്ഷമതയുള്ള ഒരു സ്ത്രീ ആയിരിക്കും അത്. അപ്പോൾ അവരിൽ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് ബ്രസ്റ്റിൽ കൂടുതലായിരിക്കും. അത് തന്നെയാണ് പ്രധാന കാരണം ഞാൻ പറഞ്ഞ പ്രസവിക്കാത്ത സ്ത്രീകളെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു ഇപ്പൊ പ്രസവം കഴിയുമ്പോൾ ചില രീതിയിലുള്ള ഹോർമോൺസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കും. അപ്പം ബ്രസ്റ്റിലുള്ള പ്രവർത്തനം, ആ ഹോർമോണിന്റെ പ്രവർത്തനവും വളരെ കുറവായിരിക്കും. അപ്പം പ്രസവിക്കാത്ത സ്ത്രീകൾ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവര്, നേരത്തെ കൂടുതൽ ഉത്പാദനക്ഷമതയുള്ള സ്ത്രീകൾ, പിന്നെ വളരെ നാളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് 5 വർഷത്തിൽ കൂടുതൽ കോൺട്രസെപ്റ്റീവ് പിൽസും മറ്റും കഴിക്കുന്നവര്. പക്ഷെ ഇന്ന് വന്ന മോഡേൺ ആയിട്ടുള്ള പിൽസിന് ആ വലിയ ദൂഷ്യങ്ങളില്ല എങ്കിൽ തന്നെയും വളരെ നീണ്ട കാലം കഴിക്കുകയാണെങ്കിൽ, അപ്പൊ ഈ രീതിയിലുള്ള റിസ്ക് കൂടുതലുള്ളവര്, പിന്നെ നമ്മൾ പറയാനുള്ള എക്സസൈസിന്റെ കുറവ്, വ്യായാമത്തിന്റെ കുറവ്, അമിതമായി കൊഴുപ്പ് കഴിക്കുന്ന ആൾക്കാര്, അപ്പൊ ഇങ്ങനെയുള്ള മറ്റു കാരണങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. പക്ഷെ ഇതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, ഒരാൾക്കൊരു അപകട സാധ്യതയുള്ളൊരു ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസർ വരണമെന്നേ ഇല്ല. പല കാര്യങ്ങള് ഒരാളത്തിന്, ഇപ്പൊ ഉദാഹരണത്തിന് വീട്ടിലെ 2-3 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അവർ താമസിച്ചിട്ടാണ് അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി, അല്ലെങ്കിൽ അവർ കല്യാണം തന്നെ കഴിച്ചിട്ടില്ല, അവർ പ്രഗ്നന്റ് ആയിട്ടില്ല, അവർ മുലയൂട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല റിസ്ക് ഫാക്ടേഴ്സോട് ഒന്നിച്ചു ചേരുമ്പോഴാണ് വരാനുള്ള സാധ്യത. അല്ല ഒരു കാരണം കൊണ്ട് മാത്രം വീട്ടിലൊരാൾക്കുണ്ടായെന്ന് ബാക്കിയുള്ളവർ പേടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് രണ്ടാമത് പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസറിന് തൊട്ട് താഴെ നിൽക്കുന്ന നമ്മളെ ഗർഭാശയകള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസറിലേക്ക് വരാം. അതെന്താണെന്ന് പറയാം. ഗർഭാശയകള ക്യാൻസർ ഈ പറഞ്ഞ, അതായത് യൂട്രസിന്റെ ഏറ്റവും താഴെയുള്ള ഒരു ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന, അതായത് ഇപ്പൊ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഒരു വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പൊ അതാണ് ഒരു 90% സെർവൈക്കൽ അല്ലെങ്കിൽ ഗർഭാശയകള ക്യാൻസറിന്റെയും കാരണം നമുക്ക് പറയുവാൻ സാധിക്കും. അത് വരാൻ സാധ്യതയുള്ള, ഇപ്പൊ നേരത്തെ തന്നെ ഇപ്പൊ 15-16 വയസ്സിൽ തന്നെ ഒരു ലൈംഗിക ജീവിതം തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ടും
ലൈംഗികമായിട്ട് ഇടപെടുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ശുചിത്വമില്ലാത്ത ആൾക്കാർ, തുടരെയുള്ള പ്രസവങ്ങൾ, ഇപ്പം ഈ ഓരോ അടുത്തടുത്ത കാലത്തുള്ള പ്രസവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉള്ളവരിൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കാണുന്ന സർവൈക്കൽ ക്യാൻസറിന് 16 ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പല ടൈപ്പ് ഉണ്ട്. അതിൽ 16, 18 ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ പക്ഷെ അതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ്, വലിയൊരു പ്രയോജനമുള്ളത് ഈ വൈറസിനെതിരെയുള്ള വാക്സിൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു വലിയ ആശ്വാസമാണ് നമുക്കിന്ന് തരുന്നത്. ഈ വാക്സിൻ എടുക്കുന്നതിന് പ്രായപരിധി ഉണ്ടോ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ സാധാരണ രീതിയിൽ നമ്മൾ അത് 9 വയസ്സ് തൊട്ട് ഒരു 18 വയസ്സിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉദാഹരണം പറഞ്ഞാൽ ബേസിക് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ അവർ സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫലവത്തായിട്ട് കിട്ടുന്നത്. 3 ഡോസ് എങ്കിലും എടുത്തിരിക്കണം. ഈ ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിനകത്ത് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് വരാം. ഇപ്പം ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ചെറിയ സ്പോട്ടിങ്, അല്ലെങ്കിൽ ചില ഡ്രോപ്സ് ബ്ലഡ് വരിക, അല്ലെങ്കിൽ പീരീഡ്സിനിടയിലും വരാം. ഇനിയും ഈ ആർത്തവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും അങ്ങനെ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാൻ സാധിക്കും. പിന്നെ കൂടാതെ സ്രവങ്ങളുണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും, വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും, അതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇതൊക്കെ ആരംഭദശയിലുള്ള മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾക്കാർ വരുന്നത് ആ ഗ്രോത്ത് ചുറ്റുപാടുമൊക്കെ പടർന്ന് പിടിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലാൻഡുകളിലേക്കും മറ്റും വ്യാപിച്ച് വളരെ വേദനയും നെർവ്സിനെയൊക്കെ ബാധിച്ച്, അല്ലെങ്കിൽ മൂത്രാശയത്തെയൊക്കെ ബാധിച്ച്, അല്ലെങ്കിൽ മലാശയത്തെയൊക്കെ ബാധിച്ച് അതിനോടനുബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള രോഗലക്ഷണങ്ങൾ, വേദനയും മറ്റുമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ ഒരു ചികിത്സയ്ക്ക് വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ചികിത്സയിലൊപ്പം പ്രയാസമായിത്തീരുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പരിശോധനകൾ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളൊരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പാപ്സ്മിയർ തന്നെയാണ്. അതായത് സെർവിക്സിന്റെ ആ ഒരു അഗ്രഭാഗത്തുനിന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് കോശങ്ങൾ അടർത്തിയെടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ നമുക്ക് സാധിക്കും. വളരെ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ 10-15 വർഷം മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, കോശങ്ങൾ വരുന്ന മാറ്റങ്ങൾ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഈ ഡിസ്ചാർജൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ഈ രീതിയിലുള്ള പാപ്സ്മിയർ എക്സാമിനേഷൻ കൊണ്ട് സെർവൈക്കൽ ക്യാൻസർ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഈ സെല്ലുകളിൽ പഠിക്കാൻ സാധിക്കും. അതിനെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതിൻ്റെ ആ സെല്ലിലുള്ള മോളിക്കുലാർ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ വളരെ നേരത്തെ തന്നെ സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. ഈ വാപ്സ്മിയർ അപ്പം അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്ക്രീനിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള, ഇപ്പം കല്യാണം എല്ലാം കഴിഞ്ഞു ആക്റ്റീവായിട്ടുള്ളൊരു ഒരു 20-25 ഇയേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് വീണ്ടും ചെയ്യണം. പിന്നെ വീണ്ടും ഒരു 3 വർഷമാണ്. ഈ 3 പ്രാവശ്യവും നെഗറ്റീവായിട്ട് വരികയാണെന്ന് കേട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ 5 വർഷത്തിലേക്ക് ഒരിക്കൽ ചെയ്താൽ മതിയാവും. അങ്ങനെ നമുക്ക് ആ ഇന്റർവ്യൂവിൽ നീട്ടു കൊടുക്കാൻ സാധിക്കും. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ ഒരു പ്രയോജനം നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പാപ്സ്മിയർ എക്സാമിനേഷൻ നമുക്ക് വളരെയധികം പ്രയോജനകരമാണ്. ഈ ഓവറിയിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ? ഓവറിയിലുള്ള ക്യാൻസർ പലപ്പോഴും നമ്മൾ താമസിച്ചിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. കാര്യം ഓവറി അല്ലെങ്കിൽ അണ്ടാശയം ഇരിക്കുന്നതിന് വളരെ സ്പേസ് ഉള്ള, വളരെ സ്ഥലമുള്ളൊരു സ്ഥലത്ത്, നമ്മൾ പെൽവിസ് ശരീരത്തിന് ഏറ്റവും താഴ്ന്ന ഭാഗത്ത് യൂട്രസിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ചെറിയ ചേഞ്ചസ്, അതായത് യൂട്രസിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഈ അണ്ടാശയത്തിൽ വരുന്ന വലിപ്പം ഒരു പ്രത്യേക ടൈം കഴിയുമ്പോഴേ നമുക്ക് ആ സ്ത്രീക്ക് അത് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും. അവിടെ ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ഒരു വേദനയായിട്ടോ ഒക്കെ വരുമ്പോൾ ടൈം എടുക്കുന്നുള്ളതാണ്. പിന്നെ അതിലും ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത്ര വലിയ രോഗനിർണയത്തിന് സഹായമായില്ലെങ്കിൽ ചെറിയ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് പ്രയോജനകരമാവും. പിന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ മറ്റേതെങ്കിലും കാരണങ്ങൾ ചിലപ്പോൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേദന കൊണ്ടായിരിക്കും, ചിലപ്പോൾ വയറ്റിൽ വെള്ളമായിട്ടായിരിക്കും കൂടെ. അതിൽ നിന്ന് പല വിധത്തിലുള്ള സ്രവങ്ങളൊക്കെ വന്ന് വയറ്റിൽ കെട്ടിക്കിടന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവര് പരിശോധിക്കുന്നത്. അതാണ് ഈ അണ്ടാശയ ക്യാൻസറിനുള്ള ഒരു പ്രോബ്ലം. അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള പ്രയാസമുണ്ട്. സിംറ്റംസ് വരുമ്പോൾ തന്നെ അത് കുറച്ചൊരു സൈസൊക്കെ ആ ട്യൂമറിന്റെ വലിപ്പത്തിനൊക്കെ മാറ്റം വരുമ്പോഴായിരിക്കും ആ രീതിയിലുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്.
ഗർഭാശയത്തിനുള്ളിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ചോ? അതിന് എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ നമ്മൾ പൊതുവെ പറയും. അത് സാധാരണ രീതി ഒരു 40 വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണ കാണുന്നത്. അവരിലും കാണുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് സ്രവമാണ്, ഡിസ്ചാർജാണ് ഏറ്റവും കൂടുതൽ അവരിൽ കാണുന്നത്. പിന്നെ അവരിലും ബ്ലീഡിങ് എല്ലാം വരാം. പക്ഷെ അവരുടെ യൂട്രസിനൊരു തിക്നെസ്, ഒരു ഖനമുണ്ടാവും. ഇപ്പം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴോ പരിശോധനയിലോ നമുക്കത് അതിൽ തിക്നെസ് ഉണ്ടോ എന്ന് നോക്കും. യൂട്രസിന്റെ ഭിത്തിയുടെ എത്രമാത്രം ഖനമുണ്ട് എന്നും നമുക്കതെന്ന് പറഞ്ഞു. അത് ഡയഗ്നോസ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഒരു ചെറിയ ഒരു DNC എന്ന് പറയും, ഡയലറ്റേഷൻ ആൻഡ് ക്യൂരിറ്റേജ് എന്ന് പറയും. അതിനകത്ത് ഒരു ഇൻസ്ട്രുമെന്റ്, ചെറിയൊരു ഒരു ഇൻസ്ട്രുമെന്റ് ഉള്ളിൽ കയറ്റിയിട്ട് അവിടുന്ന് പല വിധത്തിലുള്ള ബയോപ്സി നമുക്ക് എടുക്കാൻ സാധിക്കും. പല സൈറ്റിൽ നിന്ന് എടുത്തിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നേരത്തെ ആണെങ്കിൽ അതും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. ചിലപ്പം നമുക്കത് സർജറി ചെയ്ത് മാറ്റാൻ സാധിക്കും. ചില അവസരത്തിൽ നമ്മൾ അതിനോടനുബന്ധിച്ച് റേഡിയേഷനും മറ്റും ചില സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള ചിലപ്പം കീമോതെറാപ്പിയോ അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റോ ഒക്കെ ചിലപ്പോൾ അത് ആ സ്റ്റേജും അതിന്റെ ഗ്രേഡ്, ആ കോശങ്ങൾ എങ്ങനെ വിഭജിക്കുന്നു എന്നൊക്കെ നോക്കി അത് എത്രമാത്രം ആ ട്യൂമർ യൂട്രസിന്റെ അല്ലെങ്കിൽ ഗർഭാശയ ഭിത്തിയോട് എത്രമാത്രം ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ട് സ്റ്റേജ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അതിന് അപകട സാധ്യത എത്രയുണ്ട് രണ്ടാമത് വരാനെന്നുള്ളതിലൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം മതിയാവും അനുബന്ധ ചികിത്സയെ പറ്റി ആലോചിക്കും. നമ്മൾ ക്യാൻസറുകൾ, അതിന്റെ സ്റ്റേജസ്, അതിന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ ഒരുവിധമൊക്കെ പറഞ്ഞു. ഇതിന്റെ ചികിത്സാ സാധ്യതകൾ ആദ്യം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് തന്നെ വരാം. ചികിത്സാ സാധ്യതകൾ എന്താണ് അതിന്റെ? ചികിത്സ ഇപ്പം ഏത് രോഗത്തിനും നമ്മൾ ആദ്യം പറയുന്നത് എന്താ, നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ. പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ദ ബെസ്റ്റ്. ഇനിയിപ്പോൾ എല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കണമെന്നില്ല. അപ്പം നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുക. നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള പരിശോധനകളെല്ലാം ചെയ്തു, മാമോഗ്രാം ചെയ്തു, പിന്നെ ബോൺ സ്കാൻ ചെയ്തു, ചെസ്റ്റിന്റെ സ്കാൻ ചെയ്തു, ബയോപ്സി ചെയ്തു, അതിലുള്ള പല വിധത്തിലുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ആ രോഗത്തിന് എത്രമാത്രം ഏത് സ്റ്റേജിലാണ്, അത് ഹൈ റിസ്ക് ആണോ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നത്. അപ്പം സാധാരണ ഇതിൽ വളരെ ഏർലി ആയിട്ടുള്ള വളരെ നേരത്തെ ചെറിയൊരു ലംബാണ്, ചെറിയൊരു സ്ഥലത്തിലുള്ളൊരു കല്ലിപ്പാണെങ്കിൽ നമുക്ക് ആ കല്ലിപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതിയാവും. പിന്നെ കക്ഷത്തിൽ എന്തെങ്കിലും ലസിക ഗ്രന്ഥികളുണ്ടോ, ഗ്ലാൻഡുകളുണ്ടോ എന്ന് നോക്കിയിട്ട് അതും നമ്മൾ സാധാരണ രീതിയിൽ ഓപ്പറേഷന് വിധേയമാക്കും. പലപ്പോഴും ഈ രീതിയിലുള്ള സർജറി മതിയാവും വളരെ നേരത്തെയുള്ള ഒരു സ്തനാർബുദത്തിന്. പിന്നെ അതിനോടനുബന്ധമായ ചികിത്സ, ആ ട്യൂമറിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ബയോളജി എന്താണ്, അതിന്റെ ബിഹേവിയർ എന്താണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുള്ളൂ. കുറച്ച് പേർക്ക് ചിലപ്പം കുറച്ച് കീമോതെറാപ്പി കൊടുക്കും, ചിലപ്പോൾ റേഡിയേഷൻ ചിലപ്പം കൊടുക്കും, ചിലർക്ക് 5 വർഷം 8 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഹോർമോൺ ട്രീറ്റ്മെന്റ്, ചെറിയ ടാബ്ലറ്റുകളൊക്കെ കൊടുത്തുന്നിരിക്കും. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇവര് 40-30 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ സ്തനാർബുദം കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ സ്തനം മുഴുവൻ മുറിച്ചു കളയുന്നൊരു ചികിത്സാ രീതിയായിരുന്നു ആഗോളതലത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പല പഠനങ്ങൾക്ക് വിധേയമായതിനു ശേഷം അതിനകത്തുള്ള റിസൾട്ടുകളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ചെറിയ രീതിയിലുള്ള ട്യൂമറുകൾക്ക് ബ്രസ്റ്റ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട്, ബ്രസ്റ്റ് കൺസേർവ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അതേ റിസൾട്ടാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. എന്നാൽ സ്റ്റേജ് മാറുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നു. അതായത് ഒരു വലിയ ട്യൂമർ വന്നു, അവിടെ നമുക്ക് ബ്രസ്റ്റ് പലപ്പോഴും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴ കക്ഷത്തിലുള്ള മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള, അതായത് വലിയ ട്യൂമറൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൊണ്ടുള്ള ചികിത്സ വേണ്ടി വരുന്നു, റേഡിയേഷൻ വേണ്ടി വരുന്നു, പിന്നെ മറ്റു പല ട്രീറ്റ്മെന്റുകളും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം പൊതുവെ നമ്മൾ വളരെ നേരത്തെ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് സ്തനാർബുദം എന്നുള്ളത്. ആ സ്തനാർബുദം നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം, സ്തനാർബുദത്തിന്റെ വിജയ സ്ത്രീകളുടെ കൈകളിൽ തന്നെയാണ് എന്ന് തന്നെ പറയും. കാര്യം അവർക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സെൽഫ് എക്സാമിനേഷനിൽ കൂടിയോ അല്ലെങ്കിൽ മാമോഗ്രാമിൽ കൂടിയോ ആ സ്ത്രീക്ക് സ്വയമായിട്ട് അത് കണ്ടുപിടിക്കാനും വളരെ നേരത്തെ ചെറിയ ചെലവ്, നമുക്കതിന് ചെലവുകളും ഉണ്ടാവുന്നില്ല. അവരുടെ യാതൊരു വിധത്തിലുമുള്ള ശാരീരികമായ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ സർവൈക്കൽ ക്യാൻസറിന്റെ സാധ്യതകൾ എന്താണ്? സർവൈക്കൽ ക്യാൻസറിന്റെയും വളരെ ക്യൂർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ വളരെ നേരത്തെ കണ്ടുപിടിക്കണം, ഒരു ചെറിയ ഗ്രോത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഇറോഷനോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ചെറിയ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ആ സർജറി മാത്രം മതി, യൂട്രസ് മാത്രം വേണേൽ റിമൂവ് ചെയ്താൽ മതിയോ. മറ്റ് അനുബന്ധ ചികിത്സകൾ ഒന്നും തന്നെയും വേണ്ടി വരില്ല. അതേ റിസൾട്ട് തന്നെ നമുക്ക് റേഡിയേഷൻ കൊണ്ടും കിട്ടും. ഇപ്പം എപ്പോഴും സർജറി ചെയ്യണമെന്നുമില്ല.
ഉദാഹരണത്തിന് ഇപ്പൊ ആളിന് ഏതെങ്കിലും മറ്റ് അസുഖങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഓപ്പറേറ്റ് സർജറി ചെയ്യാൻ പറ്റാത്തൊരു പറ്റില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റേഡിയേഷൻ കൊടുത്താൽ മതിയോ. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിലുള്ള ഗർഭാശയങ്ങളെ ക്യാൻസറും ഭൂരിപക്ഷവും നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതും വലിയൊരു വിജയം തന്നെയാണ്. പക്ഷെ നമ്മൾ സ്ഥാനാർബുദത്തെ പറ്റി പറഞ്ഞതുപോലെ ഇപ്പം സ്റ്റേജ് കൂടി വരുമ്പോൾ നമ്മൾ കീമോതെറാപ്പി കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ റേഡിയേഷൻ്റെ കൂടെ കീമോതെറാപ്പി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കീമോതെറാപ്പി കൊടുത്ത് ചുരുക്കിയതിന് ശേഷം സർജറി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള ചികിത്സകൾ നമ്മൾ ഏകോപിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അത് ആ സ്റ്റേജ് പോലെ ഇരിക്കും. നമ്മുടെ സമയം അവസാനിക്കാറായിരുന്നു. ഈ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ ഇൻ ജനറൽ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാർക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്യാൻസർ ഇൻ ജനറൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യതകളും അത് നേരത്തെ കണ്ടുപിടിക്കേണ്ട പ്രാധാന്യവും ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ക്യാൻസറിന് എല്ലാത്തിനും മിക്കവാറും നമ്മൾ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ട്. ആ രോഗലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ബോഡി തരുന്ന, നമ്മുടെ ശരീരം തരുന്ന ചില അടയാളങ്ങൾ, ചില സിഗ്നൽസ് ആ സ്ത്രീ മനസ്സിലാക്കിയിരിക്കണം. അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് നമ്മൾക്ക് മുൻഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഉള്ളത് നമ്മുടെ മുൻഗണനകൾ മറ്റു പല കാര്യങ്ങൾക്കും പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ആരോഗ്യം ഒരു ലാസ്റ്റായിട്ട് ഏറ്റവും അവസാനത്തെ ഒരു പ്രയോറിറ്റിയിലേക്ക് സ്ത്രീകള് പല കാരണങ്ങൾ കൊണ്ടാണത്. വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവാം, വീട്ടിലെ കുടുംബം, മറ്റു പല പല കാരണങ്ങൾ കൊണ്ട് അവരവസരം അതിനെ അവഗണിക്കുന്നതുകൊണ്ടുകൂടി ആവാം ചിലപ്പോൾ സ്ത്രീകളിലെ രോഗം സ്റ്റേജിലേക്ക് വരുന്നതും. അപ്പൊ അതിനൊരു മാറ്റം വരണം, അതിനൊരു പുതിയ സംസ്കാരം ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അങ്ങനെ വളരെയധികം ഈ സ്ത്രീകളെ ബാധിക്കുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളും നമുക്ക് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഇനിയും പറ്റില്ല എങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നല്ല ചികിത്സ കൊടുത്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാനും സാധിക്കും എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ മോഹൻ നായർ, അദ്ദേഹം എറണാകുളം മെഡിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റാണ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് സ്ത്രീകൾക്ക് വരാൻ സാധ്യത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളെ കുറിച്ചാണ്. പുരുഷന്മാർക്ക് വരുന്ന എല്ലാ ക്യാൻസറുകളും സ്ത്രീകൾക്കും വരാൻ സാധ്യതയുണ്ട്, ഒരെണ്ണം ഒഴിച്ച്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒഴിച്ച്. ബാക്കി എല്ലാ ക്യാൻസറുകളും സ്ത്രീകൾക്ക് വരാൻ സാധ്യത. സ്ത്രീകൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളെ കുറിച്ചാണ് കൂടുതൽ ഇവിടെ സംസാരിച്ചത്. ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസറിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഡോക്ടർ പറഞ്ഞെന്ന് മനസ്സിലാവുന്നത് 100% 100% ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളാണ് ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ആരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെന്നും അല്ലെങ്കിൽ ബോധവതികളല്ലെന്നും ഇതിനെക്കുറിച്ച് നേരത്തെ അറിയുന്നില്ലെന്നും ഇത് വേണ്ട രീതിയിൽ ചികിത്സിക്കുന്നില്ലെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ ഈ വിമൻസ് ഡേ മുതലെങ്കിലും എന്നുള്ള ആശംസിച്ചുകൊണ്ട് അടുത്തയാഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.